എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ആൻഡ് ടോക്കിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. പെട്ടെന്നുള്ള പ്രഖ്യാപനമായിരുന്നെങ്കിലും വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണത്തെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ UDFിൻ്റെ സ്ഥാനാർത്ഥി, ഇപ്പോൾ നിലവിലുള്ള MLA കൂടിയായ ശ്രീ ടി സിദ്ദീഖ്, അദ്ദേഹമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ന്യൂസ് ആൻഡ് ടോക്കിലേക്ക് അദ്ദേഹത്തെ. നമസ്കാരം. വളരെ പെട്ടെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു. ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? ഏകദേശം പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചോ? പക്ഷെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് വിഷു കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പ് വരും, അറൗണ്ട് ഒരു 20-ആം തീയതിയോടുകൂടി പോണ്ടിച്ചേരിയൊക്കെ പറഞ്ഞതുപോലെ പുതുച്ചേരി അങ്ങനെ വരും എന്നുള്ളതായിരുന്നു പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ. അപ്പോൾ പിന്നെ ഈസ്റ്റർ കഴിയും, പിന്നെ വിഷു കഴിയും. അപ്പോൾ നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റിലേക്ക് ഇലക്ഷനിൽ പോകാൻ ചെറിയൊരു സമയം അത്യാവശ്യം കിട്ടും. പക്ഷേ ധൃതിപ്പെട്ട ഒരു എലക്ഷൻ അനൗൺസ്മെൻ്റാണ്. സമയം വളരെ ലിമിറ്റ് ചെയ്യപ്പെട്ട ഒരു ഇലക്ഷനാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആ സമയത്തിൻ്റെ കുറവ് പ്രവർത്തനത്തിൽ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള പെട്ടെന്നുള്ള പ്രയാണം, സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്ട്രാറ്റജി മാറ്റി വേഗത കൂട്ടി എത്താവുന്ന ഇടങ്ങളിൽ ടൈം ബൗണ്ടായിട്ടുള്ള മിഷനോട് കൂടി എത്തി പ്രചരണ പരിപാടികൾക്ക് ഏകോപനം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജിക്കലായുള്ള മൂവ്മെൻറ്റ് നടന്നു. ഇന്നലെ UDFിൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ 2ാമത്തെ മീറ്റിംഗ് നടന്നു. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. 22-ാം തീയതി തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. 3 ദിവസം കൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ കൺവെൻഷൻ പൂർത്തിയാവും. ബൂത്ത് തലത്തിൽ 2 ദിവസം കൊണ്ട് പൂർത്തിയായി. പിന്നെ ഫസ്റ്റ് സ്ക്വാഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി മുൻപേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ആളുകളെ, പ്രധാനപ്പെട്ട മേഖലകളിലുള്ള ആളുകളെ കണ്ടു. വികസന പദ്ധതികളുടെ കൃത്യമായിട്ടുള്ള അവലോകനം, ഫൈനൽ ഷേപ്പിംഗ് നടത്തി. അതിൽ അവസാനം AS ആവേണ്ട കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു. ഒന്ന് നമ്മളെ ചുഴലി പാലം റോഡ്, ഏഴാഞ്ചിറ റോഡ്, ഏഴാഞ്ചിറ റോഡിൻ്റെ തന്നെ CML RRPയിലുള്ള ഒരു പദ്ധതിയുടെ, പിന്നെ ചില ഫെൻസിങ് പദ്ധതികളുടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ക്ലിയർ ചെയ്ത് ജനസമക്ഷം പറയാനുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ അനൗൺസ്മെൻറ്റ് വരുന്നത്. ഈ വയനാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു ബാക്കി 2 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിത്വം ശ്രീ ടി സിദ്ദീഖിൻ്റെ പേരായിരുന്നു. കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരു സമീപനമുണ്ട്. ആ സമീപനം ഒന്ന് ജില്ലാതല ഘടകങ്ങൾ, പിന്നെ പ്രാദേശിക ഘടകങ്ങൾ, അവരുടെ ഒപ്പീനിയൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, പിന്നെ അത് കഴിഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും CEC ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതിലൊരു സന്തോഷകരമായൊരു അനുഭവം, വിവിധങ്ങളായ സർവേകൾ പാർട്ടി തലത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 2-3 ഘടകങ്ങളാണ്. ഒന്ന് UDFിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചുള്ളത്, 2 സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ചുള്ളതായ വിലയിരുത്തൽ, പിന്നെ കാൻഡിഡേറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെ പബ്ലിക്കിൽ അതിൻ്റെ റിയാക്ഷൻ എന്നാണ്. അങ്ങനെയുള്ള വിവിധങ്ങളായ സർവേകൾ നടന്നു. ആ സർവേകളിലൊക്കെ സിംഗിൾ പേരായി ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നോട് അവസാനമാണ് ഇതിൻ്റെ വിവരം എന്നോട് AICC കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പം വളരെ നല്ല രീതിയിലുള്ള കംഫർട്ടബിളായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. എല്ലാവരും ഏകോപനം നടത്തി പ്രവർത്തനം നല്ല രീതിയിലാക്കണം എന്നുള്ള മാർഗ്ഗനിർദ്ദേശവും ചില മാർഗ്ഗനിർദ്ദേശങ്ങളും തന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനകേലുവിൻ്റെ ഒക്കെ ഒരു ശക്തമായ ഇടപെടലും സ്വാധീനമൊക്കെ ഉണ്ടോ? എല്ലാവർക്കും എലക്ഷൻ സ്ട്രാറ്റജി ഇപ്പോൾ പഴയതുപോലെയുള്ള എലക്ഷൻ സെനാരിയോ അല്ല. അപ്പോൾ പുതിയതായ കുറേ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്താനുള്ള സമീപനം എല്ലാ പാർട്ടികളും സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അവരുടെ സ്ലോഗൻ, അവരുടെ പത്രപരസ്യങ്ങൾ, അവരുടെ ക്രോഴ്സ് ചെലവഴിച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രചരണ രീതികൾ, അങ്ങനെ സ്റ്റാഴ്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള, മെഗാ സ്റ്റാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളത്, അങ്ങനെ ഒരു വലിയ ഗവൺമെൻറ് സംവിധാനം വരെ ഉപയോഗപ്പെടുത്തി അവരവരുടെ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഉണ്ട്. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ജനങ്ങളെ ബന്ധപ്പെടാനുള്ള എല്ലാ മെക്കാനിസവും UDF തലത്തിൽ സ്വീകരിച്ച് വളരെ ഹൃദ്യമായ അന്തരീക്ഷത്തിൽ UDFിൻ്റെ കംഫർട്ടബിളായി. ഇപ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടത്, പോലീസ് ഇൻ്റലിജൻസ് ഉൾപ്പെടെ, പിന്നെ ഞങ്ങളുടെ ആഭ്യന്തര സർവേകൾ
മറ്റുള്ള ഏജൻസികൾ നടത്തിയ സർവേകൾ, ചില മീഡിയ നടത്തിയ സർവേകൾ, ഈ സർവേകളിലൊക്കെ തന്നെ UDFൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രയാണം, മുന്നോട്ടുള്ള സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടുള്ള പ്രയാണം, കൂടുതൽ ശാക്തീകരിച്ചുകൊണ്ടുള്ള പ്രയാണമാണ് സ്റ്റേറ്റ് വൈഡ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾക്കുണ്ടായ പ്രധാനപ്പെട്ട പരിമിതി ഈ ജില്ലയെ സംബന്ധിച്ച്, ഇപ്പോൾ അവസാനത്തെ 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ 2 ബഡ്ജറ്റിലും വയനാട് ടോട്ടലി നെഗ്ലക്റ്റഡാണ്. കാര്യമായിട്ടുള്ള ഒരു പദ്ധതി, നമ്മൾ ടൂറിസമാണ്, നമ്മൾ കാർഷിക ജില്ലയാണ്, നമുക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്, നമുക്ക് 18% ട്രൈബൽ സെഗ്മെൻറ്റാണ്, തോട്ടം തൊഴിലാളികളുണ്ട്, അപ്പോൾ സാധാരണക്കാരുടെ ഇടമാണ്, അപ്പോൾ അനന്ത വികസന സാധ്യതയുള്ള ഒരു ഭൂമേഖലയാണ്. അപ്പോൾ അതിന് വേണ്ടതായ ഒരു പ്രധാനപ്പെട്ട പദ്ധതി പരിപാടികളൊന്നും തന്നെ നമുക്കുണ്ടായില്ല. അപ്പം നമുക്കുള്ള പരിമിതി ഗവൺമെൻറ് ഉണ്ടായില്ല, മുഖ്യമന്ത്രി ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഇത്തവണ UDF പരിഹരിക്കും. ഇപ്പോൾ ഈ തോട്ടം തൊഴിൽ മേഖലയിലെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ താങ്കളുടെ ഒരു മണ്ഡലവും ഏകദേശം എനിക്ക് തോന്നുന്നു തോട്ടം തൊഴിൽ മേഖല ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ഈ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട്, ലേബർ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയം. ഇത്തരത്തിലൊക്കെ കൃത്യമായി ഇടപെടാൻ ഒരു MLA എന്ന നിലയിൽ സാധിച്ചിട്ടുണ്ട് ഈ ഒരു കാലയളവ്? ഒന്ന്, ഞാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടതായിരിക്കുന്ന ഒരു സെഗ്മെൻറ്റ് തോട്ടം തൊഴിലാളി മേഖലയാണ്. ഞാൻ 2-3 മേഖലകൾ പറയാം. ഒന്ന്, ഈ ചൂട് കൂടുമ്പോൾ ഇവരുടെ സമയം ക്രമീകരിക്കണം. MLA ആയതിനു ശേഷം എല്ലാ വർഷവും ആ സമയം സാധാരണ രീതിയിൽ അപേക്ഷ കൊടുത്ത് ചെറിയൊരു സമയം വൈകിയാൽ കിട്ടും. പക്ഷേ അത് ടൈമിലി മന്ത്രിയുടെ അടുത്ത് പോയി അതിൻ്റെ പ്ലാന്റേഷൻ ഡയറക്ടറുമായിട്ട് സംസാരിച്ച് അടിയന്തരമായി അതിൻ്റെ ക്രമീകരണത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ വേതനവും ഇവർക്കുള്ള ESI ആനുകൂല്യത്തിൻ്റെ അഭാവവും ഇവരുടെ ഗ്രാറ്റുവിറ്റി മറ്റുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളും സമയാസമയം ഇവരുടെ ഹൗസിംഗ് സ്കീമുമായി ബന്ധപ്പെട്ടു, ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അസംബ്ലിയിൽ പലതവണ ഇടപെടാൻ സാധിച്ചു. ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നു, പലതവണ മന്ത്രിയായിട്ട് സംസാരിച്ചു, പല ഡിസ്കഷൻസിലും ഡിബേറ്റിലും ഈ വിഷയങ്ങൾ കൊണ്ടുവന്നു. നിർഭാഗ്യവശാൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ലൈഫ് പദ്ധതിയിൽ ഒരു സ്പെഷ്യൽ സ്കീമായി ഞങ്ങൾ തോട്ടം തൊഴിലാളികളുടെ ഭവന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അതിനുവേണ്ടി എസ്റ്റേറ്റ് ഉടമകളോട് ഭൂമി കണ്ടെത്തും, എന്നിട്ട് സർക്കാർ വീട് നിർമ്മിക്കും. ചെമ്പ്രയിൽ അങ്ങനെ 1 ഏക്കർ ഭൂമി വഹാബിൻ്റെ എസ്റ്റേറ്റിൽ നിന്നും കിട്ടി. അവിടെ തറക്കല്ലിട്ടു. ഒരൊറ്റ തറക്കല്ലിൻ്റെ മേലെ ഒരു ഇഷ്ടിക കഷ്ണം എടുത്തു വെക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചില്ല. എത്ര തവണ ഗവൺമെൻറ്റിനോട് പറഞ്ഞു. ബഹുമാന്യനായ രാജൻ മിനിസ്റ്റർ ഞങ്ങളൊക്കെ ഇരുത്തി സംസാരിച്ചു. ഈ ഉദ്ഘാടന വേളയിൽ തറക്കല്ലിടും, തറക്കല്ലിൻ്റെ മേലെ കല്ല് വെക്കും, കല്ലിൻ്റെ മേലെ കല്ല് വെക്കും, വീടായി ഉയർത്തും. തറക്കല്ലിട്ട് വെറുതെ പോകുന്നവരല്ല, തൊട്ടപ്പുറത്തുണ്ടൊരു തറക്കല്ല്. അത് ഈ തോട്ടം തൊഴിലാളികളുടെ വീടിൻ്റെ തറക്കല്ല. ഒരു പദ്ധതി ആവിഷ്കരിച്ചില്ല, ഒരു നടപടി എടുത്തില്ല. ഒരു കൂകി തോൽപ്പിക്കാനുള്ള ശ്രമം നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിലൊരു ഓപ്പറേഷൻ നടന്നു. ആദ്യം ഞാൻ വളരെ അപ്സെറ്റായിരുന്നു. സ്വാഗത പ്രസംഗം നടത്തിയപ്പം തന്നെ ഈ കൂകി വിളിയും പ്രശ്നങ്ങളും വന്നപ്പോൾ ഞാൻ രാജൻ മിനിസ്റ്ററോട് പറഞ്ഞു. രാജൻ മിനിസ്റ്ററുമായിട്ട് നല്ല സൗഹൃദമുള്ള ഒരാളാണ്. ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്രയോ തവണ ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും. അവസാനം അവർക്ക് അതിലൊക്കെ രാഷ്ട്രീയമായിരുന്നു, വേറെ വിഷയം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് കൈവിട്ടു പോവുകയാണ്, ഇത് ഇത്തരമൊരു പരിപാടിയിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത പൊളിറ്റിക്സ് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി നിങ്ങൾ ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ കൈവിട്ടു. ഞാൻ അവിടുന്ന് സൂചന കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസ്താവന ഇതിന് വഴിവെച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് പറയാൻ പാടില്ലാത്ത പല സ്റ്റേറ്റ്മെൻറ്റുകളും. ഇപ്പോൾ ഞാൻ രാജൻ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ഞാനാണെങ്കിൽ, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി ഞാൻ ആ വേദിയിലുണ്ടെങ്കിൽ, ഞാൻ അവിടെ വെച്ച് അനൗൺസ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം, ഇവിടെ ഈ സ്ഥലത്ത് അപശബ്ദമോ കൂകി വിളിയോ നടത്താൻ പറ്റുന്ന സ്ഥലമല്ല. ഇത് ദുരന്തത്തിൻ്റെ ഏറ്റവും ബാധിതരായ ആളുകൾക്കുള്ള ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുകയാണ്, അതിജീവനത്തിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. ഈ മണ്ണ്
ആശ്വസിപ്പിക്കുന്നതിൻ്റെയും ചേർത്ത് നിർത്തുന്നതിൻ്റെയും സ്നേഹത്തിൻ്റെയും മണ്ണാണ്, കരുതലിൻ്റെ മണ്ണാണ്. ഒരു കുഴിയെടുത്ത് 3-4 പാക്കറ്റുകൾ എല്ലാ ആദരവോടും കൂടി നമ്മൾ ആ കുഴിയിൽ വെച്ച് അവിടെ മണ്ണിട്ട് മൂടി എല്ലാ ആദരവ് പ്രാർത്ഥനയോടും കൂടി നിർവഹിച്ച് പൊട്ടിക്കരഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മളെല്ലാവരും അതിന് നേതൃത്വം കൊടുത്തവരാണ്. ഒരു ദിവസത്തെ അടക്കം ചെയ്യൽ വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 3-3:15 മണി വരെ തുടർന്നതായ അടക്കം ചെയ്യൽ പ്രവർത്തനമുണ്ട്. അങ്ങനെയൊക്കെ നിന്നതായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം കൂഗലിൻ്റെ സ്ഥലമല്ല. ഒരൊറ്റ സ്പാർക്കുള്ള സംസാരം അവിടെ നടന്നാൽ സൈലൻ്റാവും. അതൊരു നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും അതിന് തുനിഞ്ഞില്ല. അതൊരു സങ്കടമാണ്. അതിലേതെങ്കിലും വ്യക്തിപരമായതാണോ അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലുള്ള അതിർത്തിയാണ് എന്നോ മറ്റോ ചിന്തിച്ചു? ഇപ്പോൾ ഞാൻ ആ പരിപാടി കഴിഞ്ഞ് നേരെ ഞാൻ ദുരന്തബാധിതരുടെ ആ ക്യൂബിക്കിളിലേക്കാണ് പോയത്. അവരവിടെ നിന്ന് എന്നോട് പറഞ്ഞ റിയാക്ഷൻ എന്താ, ചിലർ കരഞ്ഞവരുണ്ട്. അതിന് ശേഷം തന്നെ വൈകാരികമായി അവിടെ വെച്ച് വൈകാരികമായി സംസാരിച്ച ആളുകളുണ്ട്. അവർ ഞങ്ങൾക്കറിയാം ഞങ്ങളെ ചേർത്ത് നിർത്തിയത് എങ്ങനെയാണ്, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നത്, ഞങ്ങൾക്ക് ബാക്ക് ടു ഹോം കിറ്റ് കിട്ടിയത്, ഞങ്ങളുടെ ചികിത്സയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടത്, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടലാണ്. ഞങ്ങളുടെ ഒരു ശബ്ദം ഉണ്ടായില്ല നിങ്ങൾക്കെതിരായിട്ടെന്ന് മാത്രമല്ല, ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കൈയടിച്ചു അവസാനം ഇത് ശരിയല്ല എന്നും പറഞ്ഞു. അവരങ്ങനെയാണ്. താങ്കൾക്ക് അത് ഇമോഷണലി വല്ലാതെ ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് നന്നായിട്ട് വിഷ്വലുകളിൽ കണ്ടത്. നന്നായിട്ട് ഫീൽ ചെയ്ത് ഞാനങ്ങനെ കൂകലിന് വിധേയനാകാൻ ഒരാളാണോ ഞാൻ എന്നുള്ള ചോദ്യം എനിക്ക് മനസ്സിൽ സ്വയം ചോദിച്ചു. ഞാൻ ബോധ്യമായി. ഞാൻ പറഞ്ഞു അത് ഒരിക്കലും ശരിയല്ല. ഞാൻ നന്നായി പരമാവധി ഇടപെട്ടിട്ടുണ്ട്, ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട്, സർക്കാരിൻ്റെ ഏകോപനം നടത്തിയിട്ടുണ്ട്, ലോക്കൽസിൻ്റെ ഏകോപനം നടത്തിയിട്ടുണ്ട്, മറ്റ് സംഘടനകളുടെ ഏകോപനം നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം കാര്യത്തിൽ ഇടപെടാമോ അതൊക്കെ ചെയ്തു. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. അവ്യക്തി ഇന്ന് ജീവിച്ചിരിക്കുന്നു, മിടുക്കം പയ്യനാണ്. നിങ്ങളൊക്കെ വയനാട് വിഷൻ ഉൾപ്പെടെ നിങ്ങളൊക്കെ ആ കുട്ടിയും കുടുംബവുമായിട്ട് അമ്മ രമ്യയായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചാണ്. അവ്യക്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് അവ്യക്തിനെ കൊണ്ടുപോയി. അവനെ കിട്ടുന്നത് ഒരു ചെറിയ സമയം കഴിഞ്ഞതിന് ശേഷം. അവനെ കിട്ടിയത് ഷബീർ എന്ന് പറഞ്ഞ കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തകൻ്റെ കയ്യിലാണ്. കൈയൊക്കെ ഇവിടെ പൊട്ടി, മൂക്കിലും വായലും ചെവിയിലൊക്കെ ചെളിയടിഞ്ഞ് ഒന്നും വളരെ മോശമായ അന്തരീക്ഷത്തിൽ. അവിടെ നിന്ന് അവൻ്റെ മൂക്കുന്നും വായെന്നും ചെളി സക്ക് ചെയ്ത് എടുത്ത് ആ പയ്യനായിട്ട് ഓടി വിംസിൽ നിന്ന് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഞാൻ ഉടനെ ഈ വിവരം അറിഞ്ഞ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായി നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു, സ്പെഷ്യൽ മെഡിക്കൽ ടീമിനെ സെറ്റ് ചെയ്യാൻ. ഞാനത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാനും പോയി ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചു. ഈ കുട്ടി വേറൊരു ഫാമിലി അവരുടെ മകനാണെന്ന് വിചാരിച്ച് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് 2 തവണ അവിടെ പോയി മെഡിക്കൽ ടീമിനെ സെറ്റ് ചെയ്തു. മന്ത്രിയുടെ ഇടപെടൽ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, ഡോക്ടേഴ്സുമായിട്ടുള്ള സംസാരം, ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് അവ്യക്തി ഉഷാറായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെതെന്നുള്ളതല്ല പറഞ്ഞു, നമുക്ക് ചെയ്യാവുന്ന ഓരോ ഇടപെടൽ. എനിക്ക് വേണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ സമയത്ത് ഓടിപ്പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ജീവൻ, ഒരു കുട്ടി, നമ്മുടെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും. അങ്ങനെ ഓരോ കാര്യത്തിലുള്ള ഇപ്പം അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസം നടത്തേണ്ട ചില സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് ടൗൺഷിപ്പ് നിലവിൽ വന്നു. കോൺഗ്രസിൻ്റെ ഒരു വാഗ്ദാനം അത് നടപ്പിലായില്ല. അവിടെ ഒരു തറക്കല്ലിട്ടില്ല, അവിടെ ഒരു വീട് പണിതില്ല. എന്തുകൊണ്ട് നടന്നില്ല? ഇതായിരിക്കാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ താങ്കൾക്കെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ദുരന്ത നിവാരണ പ്രവർത്തനവും അതിജീവന പ്രവർത്തനവും വീട് മാത്രമല്ല. വീട് ഒരു പ്രധാന ഘടകമാണ്. ഞാനതിൽ പ്ലസും മൈനസും ഞാൻ പറയാം. ഒന്ന്, ദുരന്തമുണ്ടായ ഉടനെ ഞാൻ DCC ഓഫീസിൽ ഒരു 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, പ്രതിപക്ഷ നേതാവ് ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് മീറ്റിംഗ് നടത്തി ചില കാര്യങ്ങളിൽ ഇടപെടൽ നടത്തേണ്ട അവശ്യ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് എൻ്റെ അടുത്ത് ഒരാൾ ഒരു കുട്ടി വന്നിട്ടുണ്ട് കാണാൻ. ആ കുട്ടി ദുരന്തബാധിത ആയിട്ടുള്ള കുട്ടിയായിരുന്നു. കുട്ടിയുടെ വീടടക്കം സമ്പൂർണ്ണമായി പോയതാണ്.
MBBS പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അതിൽ അപ്പം തന്നെ ഇടപെട്ടു. റീസ്റ്റോർ എന്ന് പറഞ്ഞ ഒരു കട ദുരന്തബാധിതരായ ആളുകൾക്ക് അവരുടെ വസ്ത്രങ്ങൾ മുഴുവൻ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ മുഴുവൻ എടുത്തു കൊണ്ടുപോകാൻ സൗജന്യമായി ഒരു ഷോപ്പ് ആരംഭിക്കുന്ന അതിൽ നിന്ന്. അത് 15 ദിവസത്തോളം ആ ഷോപ്പ് പ്രവർത്തിച്ചു. ആ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അവിടെ അടക്കപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത എല്ലാ കമ്മ്യൂണിറ്റിയുടെയും പ്രതിനിധികളാണ് ഉദ്ഘാടനം ചെയ്തത്. NSSൻ്റെ സുധാകരേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മേപ്പാടി ഷംസുദ്ദീൻ റഹ്മാനി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ജിജോ അച്ഛൻ ഉണ്ടായിരുന്നു ചൂരൽമല പള്ളിയിൽ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ബാക്ക് ടു ഹോം കിറ്റുകൾ, വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴുള്ള കിറ്റുകൾ, ആശുപത്രിയിലുള്ള ഇടപെടലുകൾ, എല്ലാ റിലീഫ് ക്യാമ്പുകളിലും നമ്മൾ കുട്ടികളുടെ ചിൽഡ്രൻ സ്ക്വയർ ഉണ്ടാക്കി. അതിന് എന്നെ ഇദ്രീസ് ഡോക്ടറാണ് സഹായിച്ചത്. അവർക്ക് TV കൊടുക്കാൻ, അവർക്ക് ബാറ്റ്, ഷട്ടിൽ, മിഠായികൾ, ബൗള്, സാധനങ്ങൾ, അങ്ങനെ ഓരോ രീതിയിലുള്ള ഇടപെടൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നടത്തിയിട്ടുണ്ട്, മറ്റുള്ളവർ നടത്തിയിട്ടുണ്ട്, ലോക്കൽ ബോഡി നടത്തിയിട്ടുണ്ട്, എല്ലാം നടത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ദുരന്തത്തിൽ ഏറ്റവും ക്രിയേറ്റീവായി ഇടപെടാൻ പറ്റിയ മേഖല, വ്യത്യസ്ത മേഖലകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇപ്പോൾ നീറ്റിൻ്റെ ഒരു സെൻറ്റർ, എക്സാം സെൻറ്റർ കൊണ്ടുവന്നത് വലിയ നേട്ടമായിട്ട് തന്നെ. അതെ. അപ്പോൾ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ടേക്കപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ഞാൻ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പോയി, ഞാൻ പറഞ്ഞു ഈ കുട്ടികൾക്ക് ആകെയുള്ളത് ഈ വിദ്യാഭ്യാസമാണ്. ജനറൽ എഡ്യൂക്കേഷൻ നമ്മൾ മേപ്പാടിയിലേക്ക് മാറ്റി. അപ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ കെയർ ചെയ്യാൻ ആരുമില്ലാത്ത സാഹചര്യമുണ്ട്. അടിയന്തരമായി ഇടപെടണം. നിർഭാഗ്യവശാൽ തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ടും ആ ഇടപെടലിനോട് സർക്കാർ പ്രതികരിച്ചിട്ടില്ല. നോക്കാം, പിടിക്കാം എന്നുള്ളതായിരുന്നു. ഒരു കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PG പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് മൂപ്പൈനാട് ചർച്ചിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓടി വന്നുകൊണ്ട് കരയാണ്. പൈസ അടയ്ക്കണേ. ആ കുട്ടി സെൽഫ് ഫിനാൻസിങ്ങിന് PG പഠിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ പൈസ അടയ്ക്കേണ്ട സമയമായി, ബുദ്ധിമുട്ടായി. അപ്പോൾ സാരജ് എന്ന് പറഞ്ഞ പയ്യൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ PG പഠിക്കുകയാണ്. അച്ഛനും അമ്മയും എല്ലാവരും പോയി, വീടടക്കം പോയി. അങ്ങനെ ഒരു നിര കുട്ടികൾ മുഴുവൻ കിടക്കുകയാണ്. ഈ കുട്ടികളുടെ പഠനമാണ് അവരുടെ കയ്യിലുള്ള ഏക ആശ്രയം, ഭാവി, ജീവിതം അതാണ്. എല്ലാം പോയവരാണ്. അങ്ങനെ അവസാനം ഞാൻ മലബാർ ഗോൾഡിൻ്റെ ചെയർമാൻ ശ്രീ MB അഹമ്മദ് അദ്ദേഹം സംസാരിച്ചു. ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റിയുടെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ശ്രീ അർഷദുമായിട്ട് സംസാരിച്ചു. നിഷ് തക്കല യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റുമായിട്ട് സംസാരിച്ചു. ഫറൂഖ് കോളേജ്, ഡോൺ ബോസ്കോ, അങ്ങനെ വിവിധ സ്ഥാപനങ്ങളുമായിട്ട് സംസാരിക്കുക. ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ കുട്ടികളെ മുഴുവൻ ടേക്ക് ഓവർ ചെയ്തു. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നു. നമുക്ക് പുത്തുമല ഉൾപ്പെടെയുള്ള അനുഭവം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ പല ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ ഇങ്ങനെ ഒരു സ്കീം എവിടെയും വാർത്തെടുക്കപ്പെട്ടിട്ടില്ല. ആ സ്കീമിൻ്റെ പ്രത്യേകത കുട്ടികളുടെ ട്യൂഷൻ ഫീ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഫീ, അവരുടെ യൂണിഫോം, അവരുടെ വെഹിക്കിൾ അലവൻസ്, അവരുടെ മെസ്സ്, അവരുടെ ഹോസ്റ്റൽ, അവരുടെ സ്റ്റഡി മെറ്റീരിയൽ, ഡെസർട്ടേഷൻ, അങ്ങനെ തുടങ്ങി അതിൻ്റെ കൂടെ പ്ലസ് അവർക്കൊരു പോക്കറ്റ് മണി വീട്ടിലൊന്ന് വന്ന് പോകാൻ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 6% അവരുടെ ഫീ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി 1-2 സ്ഥാപനം. അപ്പോൾ 6% എൻഹാൻസ്മെൻറ്റ് അതിലും വെച്ചു. ഇതാണ് മലബാർ ഗോൾഡിനെ കൊണ്ട് നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നത്, മറ്റുള്ള സ്ഥാപനങ്ങൾ കൊണ്ട് ടേക്കപ്പ് ചെയ്ത് 147 കുട്ടികൾ. ഇന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു, ഒരു നിശബ്ദ വിപ്ലവം നടക്കുകയാണ്. അലയൻസ് എയറിൽ ജോലി കിട്ടിയ ഒരു കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ സാരജ്, വിഷ്ണു, 2 പേർ പഠനം കഴിഞ്ഞ് മലബാർ ഗോൾഡിൽ കയറി. ഭാരത് ബെൻസിൽ കയറിയ കുട്ടിയുണ്ട്, വിവിധ സ്ഥാപനങ്ങളിൽ കയറിയ കുട്ടിയുണ്ട്. 2000 പുത്തുമല ദുരന്തത്തിൽ വീട് പോയ നിരഞ്ജന ഈ MLA കെയർ സ്കീമിൽ ഇന്ന് BDSന് പഠിക്കുകയാണ് ഏനപ്പൊയ്യ യൂണിവേഴ്സിറ്റി. 10 കുട്ടികളാണ് BSc നഴ്സിങ്ങിന് പഠിക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മാനേജ്മെൻറ്റ് കോഴ്സുകൾ, MBBS, MCA ഉൾപ്പെടെ മെഡിക്കൽ അലൈഡ് കോഴ്സസ് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ പഠിക്കുകയാണ് ഈ കുട്ടികൾ. ഒരാൾ പോലും വീണില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു വീട് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് വരാം. അപ്പോൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് പറഞ്ഞാൽ
അതിജീവനത്തിൻ്റെ പ്രവർത്തനം വീടിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് ഉചിതമല്ല. അത് ഉൾപ്പെടെയാണ് അതിജീവനം, അത് ഉൾപ്പെടെയാണ്. വീടിൻ്റെ കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് 178 വീട്, 178. മുസ്ലിം ലീഗിൻ്റെ 52 വീട് കൊടുത്തു. വിവിധ ഏജൻസികൾ പല വീടുകളും കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത ആളാണ്, എല്ലാ പരിപാടികളിലും പങ്കെടുത്ത ആളാണ്. കോൺഗ്രസിൻ്റെ വീടിന് വന്നതായ സമയ കാലവിളംബമുണ്ട്. അതിനെ ഒരു കാരണവശാലും പരാതി പറയുന്ന ഏതെങ്കിലും സെഗ്മെൻറ്റ്, ഇപ്പോൾ അത് കോൺഗ്രസ് ആവിഷ്കരിച്ച സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതായ ആളുകൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. സർക്കാരുമായുള്ള മത്സരമല്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ടുള്ള മത്സരമല്ല. സർക്കാരിൻ്റെ ലിസ്റ്റിൽ സർക്കാർ ഉൾപ്പെടുത്താത്തതായ ടെക്നിക്കൽ പറഞ്ഞ് മറ്റു കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്താനുള്ളതായ ഒരു പദ്ധതിയാണ്. ആ പദ്ധതി രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഏറ്റെടുത്ത പദ്ധതി നടപ്പിലാക്കിയിരിക്കും. അറ്റ് എനി കോസ്റ്റ്. ഇപ്പോൾ തറക്കല്ലിടൽ കഴിയും, ഭൂമി അതിൻ്റെ പാതി ഭൂമി വാങ്ങിക്കഴിഞ്ഞു. ഗുണഭോക്താക്കളെ കണ്ടെത്തി കഴിഞ്ഞു. ഗുണഭോക്താക്കളുടെ ലിസ്റ്റിങ്ങിന് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി അതിൻ്റെ പരിശോധനയും കാര്യങ്ങളും. അപ്പോൾ അതിൽ വീടുകളാണോ? 100 വീടുകൾ, 100 വീടുകൾ. ഒരു വീട് പോലും കുറയാതെ പൂർണ്ണമായും കൊടുക്കും, തർക്കം വേണ്ട. അത് കോൺഗ്രസ് പറഞ്ഞ വാഗ്ദത്വമാണ്. അത് പാലിക്കാതെ ഒരു ഇഞ്ച് പുറകോട്ട് പോയില്ല. ഇപ്പോൾ അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നന്നായി, ലേഔട്ട് ഡിസൈനിങ് ആയി, അതിൻ്റെ പെർമിഷനും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. പിന്നെ അവിടെ ഗാർഡ് ചെയ്യാനും പിന്നെ അനുബന്ധ കിണർ മറ്റുള്ള അടിസ്ഥാന സൗകര്യ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള തീരുമാനം പാർട്ടി തലത്തിലെടുത്തു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KPC പ്രസിഡൻറ്റും ആയിട്ട് ഏകോപനം നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് അതിൻ്റെ ഫുൾ സ്വിങ്, അത് പാർട്ടിയാണ് അത് ക്രമീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇഞ്ച് പോലും അതിൽ നിന്ന് പുറകോട്ട് പോയില്ല, അത് പൂർണ്ണതയിലെത്തും. അപ്പോൾ ഫസ്റ്റ് ഒരു ബസ്സിൽ കയറിയിട്ടാണ് വയനാട് ജില്ലയിലേക്കുള്ള തുടക്കം. MLA ആവാൻ വേണ്ടി കയറിയത് ഒരു ബസ്സിനകത്താണ്. ആ ബെല്ലടിച്ച് തുടങ്ങി വയനാട് ജില്ലയിലേക്ക് ചുരം കയറി വന്നു. ഇവിടെ കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥി എന്ന ഒരു പ്രചാരണങ്ങൾ എതിർ പാർട്ടിക്കാർ നടത്തി. അതിൽ നിന്നെല്ലാം മുക്തമായി എന്ന് തോന്നിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ 100% കംഫർട്ടബിളായിട്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ പോകുന്നത്. ഞാൻ അന്ന് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എനിക്കിവിടെ പൊതുയോഗങ്ങൾക്ക് ഞാൻ പ്രസംഗിക്കാൻ പോകാറുണ്ട്. അതുപോലെ സെമിനാറുകളിലും വർക്ക്ഷോപ്പുകളിലൊക്കെ ഞാൻ സംസാരിക്കാൻ പോകാറുണ്ട്, ഡിബേറ്റിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പല ഭാഗത്ത് വന്നിട്ടുണ്ട്, രാഷ്ട്രീയ പരിപാടികളും മറ്റുള്ള പരിപാടികളിലൊക്കെ. പിന്നെ നമ്മുടെ വലിയ ഫ്ലഡ് വന്നപ്പോൾ ആ സമയത്ത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റാണ് ഞാൻ. അന്ന് ഞങ്ങൾ അവിടെ റിലീഫ് ക്യാമ്പ്, മെറ്റീരിയൽ കളക്ഷൻ സെൻറ്റർ ആരംഭിച്ച് സാധന സാമഗ്രികളൊക്കെ ആയിട്ട് ഇവിടെ പലയിടത്ത് അന്ന് വന്ന് സാധന സാമഗ്രികളൊക്കെ കൈമാറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ കയ്യിലൊരു കോഴിക്കോട് നല്ലൊരു ടീമുണ്ട്. ആ ടീം സാധാരണഗതിയിൽ നമ്മുടെ ഒരു ദുരന്തം ഉണ്ടായാൽ അല്ലെങ്കിൽ ഫ്ലഡ് ഉണ്ടായാൽ പല കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളുണ്ടാവും. പക്ഷേ കിണർ ക്ലീനിങ് ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ നല്ല വെൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടീമുണ്ട്. അത് ഉമ്മൻചാണ്ടി സാറുടെ പേരിലുള്ള ഒരു സംഘടനയാണ്, ഡിവോട്ട് എന്നും പറഞ്ഞ് പേരാമ്പ്ര ബേസ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അന്ന് ഇവിടെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ വന്ന് നിരവധി കിണറുകൾ അന്ന് വൃത്തിയാക്കിയിരുന്നു. അപ്പോൾ ഏതാണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ അന്ന് ഇടപെടും. അന്നത്തെ ലിമിറ്റഡായ ഇടപെടലിൻ്റെ സൗഹൃദങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളുമായിരുന്നു ഏറ്റവും പ്രധാനം. അന്ന് CPM ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം നിങ്ങൾ പറഞ്ഞതാണ്. T. സിദ്ദിഖിനെ കാണാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൽപ്പറ്റയിൽ കാണാൻ ഒക്കില്ല, നിങ്ങൾ കോഴിക്കോട് പോയി അദ്ദേഹത്തെ കാണേണ്ടി വരും. അത് പറഞ്ഞവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പം പറഞ്ഞു, വിവാഹ വീടുകളിൽ, മരണ വീടുകളിൽ എല്ലായിടത്തും ഓടി നടക്കലാണ് ഒരു MLAയുടെ പണി. MLAയുടെ പണി അത് മാത്രമല്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ആക്ഷേപഹാസ്യപരമായിട്ടുള്ള സംസാരം നടത്തി. ഇന്ന് ഞാൻ 5 കൊല്ലം ഞാൻ വിശ്രമിച്ചിട്ടില്ല. ഞാനങ്ങനെ വിശ്രമിക്കുന്ന ഒരാളല്ല. 5 കൊല്ലം കൽപ്പറ്റയിലെ ജനങ്ങളുടെ കൂടെ നല്ലപോലെ ജീവിച്ച് തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. വികസന പദ്ധതികൾ, സർക്കാർ പദ്ധതികൾ, അതിൻ്റെ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ്, അസംബ്ലിയിലുള്ള ഇടപെടൽ, അസംബ്ലിയിൽ ഏറ്റവും നന്നായി അറ്റൻഡൻസും ഏറ്റവും നന്നായി ചോദ്യം ചോദിക്കാനും ഏറ്റവും നന്നായി സബ്മിഷനും കോളിംഗ് അറ്റൻഷനും അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അങ്ങനെ തുടങ്ങി എല്ലാ രീതിയിലും ഇടപെടാൻ സാധിച്ചു. പ്രൈവറ്റ് ബില്ല് പല കാര്യങ്ങളിലും കൊണ്ടുവരാൻ പറ്റി. പ്രൈവറ്റ് ബില്ല്, ആ പ്രൈവറ്റ് ബില്ലിൽ ഒരു പ്രൈവറ്റ് ബില്ല്
ദുരന്ത ഈ ചൂരൽമല മുണ്ടയുടെ പശ്ചാത്തലത്തിലായിരുന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പലർക്കും ഗുരുതരമായി പരിക്ക് പറ്റി. പൂനൂരുള്ള ഒരു പയ്യൻ്റെ, ഞാൻ ആ പയ്യൻ്റെ വീട്ടിൽ പോയിരുന്നു, ആ പയ്യന് സ്പൈനൽ ഇഞ്ചുറിയാണ്. ഒരാളുടെ ഇപ്പോൾ ഈ ഡെബ്രിസിൽ കാലങ്ങ് വീണാൽ ആഴ്ന്നു പോയാൽ ഇത് മൂർച്ചയുള്ള പിന്നെ കൽക്കഷ്ണങ്ങളാണ്, പലരുടെയും വെയിൻ പൊട്ടി. അപ്പോൾ ഇത്തരം ആളുകളുടെ സാമൂഹ്യ സുരക്ഷ ആയിരുന്നു ഒരു ബില്ല്. പിന്നെ നമ്മുടെ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നുള്ള ബില്ല്, മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ബില്ല് പാസ്സാക്കി കേരള നിയമസഭ. അതിനു മുമ്പ് കേരള അസംബ്ലിയിൽ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാനുള്ള പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നു, സജീവമായ ചർച്ചകൾക്ക് നേതൃത്വം. അങ്ങനെ നിയമസഭാ പ്രവർത്തനം വളരെ നന്നായി കൊണ്ടുപോകാനും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്താനും വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ സാധിച്ചു. 5 വർഷം മുമ്പേ വന്ന ഒരു അപരിചിതത്വത്തിൻ്റെ ഒരു ഫേസ് പോലും ഇന്ന് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങളെ സമീപിക്കുമ്പോൾ എനിക്കില്ല. ഒരു ഘട്ടത്തിൽ ഒരു തരത്തിലും പുറത്ത് ഒരു സംസാരവും സംസാരിക്കാതെ ഇരുന്ന കുടുംബത്തിന് വരെ ഒന്ന് പ്രതികരിക്കേണ്ടി വന്ന അവസരങ്ങളുണ്ടായി അല്ലേ? സ്വാഭാവിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പല രീതിയിലുള്ളതായിരിക്കുന്ന സമീപനങ്ങളും പെരുമാറ്റങ്ങളും ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൽ ചിലതിൽ നമുക്ക് വല്ലാതെ മുറിവേൽക്കുന്ന വേദന ഉണ്ടാക്കുന്ന സംഭവം ഉണ്ടാകും. ചിലത് നമ്മൾ ചിരിച്ച് തള്ളും, ചിലത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും, പല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. പക്ഷേ നമ്മൾ സമചിത്തത കൈവിടാതെ ഒരു പൊതുപ്രവർത്തനയിൽ നിന്ന് പൊതുസമൂഹം ആഗ്രഹിക്കുന്ന സംസാരത്തിൻ്റെ പിന്നെ പെരുമാറ്റത്തിൻ്റെ ഇടപെടലിൻ്റെ വിനയവും സമീപനമുണ്ട്. അതിലൊരിക്കൽ പോലും പാളിച്ച വരാതെ സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. അതിൽ ഒരു സമയത്ത് പോലും ഒരു ഓർഗനൈസ്ഡ് കൂക്കുവിളി ഉണ്ടായപ്പോഴും അതിന് ആ രീതിയിൽ പ്രതികരിക്കണോ എന്നുള്ളത് തോന്നിയിട്ട് പോയിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അങ്ങനെ പറയേണ്ട ആളല്ല. ഞാൻ സമചിത്തത കൈവിടാതെ ജനങ്ങളോടൊപ്പം നിന്ന് സംസാരിക്കേണ്ട ആളാണ്. അങ്ങനെ ഒരു പൊതുപ്രവർത്തനം പെരുമാറാൻ പറ്റും. കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന ആളാണ്. പൊതുവേ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇപ്പോൾ പല അഭിപ്രായങ്ങളും, ഇപ്പം മീഡിയ രംഗത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് കോൺഗ്രസിൽ തമ്മിലടിയാണ്, പ്രശ്നങ്ങളാണ് എന്ന് പറയുന്ന ഒരു സമീപനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അത് കുറച്ച് കുറയും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവസാന ഘട്ടത്തിലേക്ക് അത് വീണ്ടും ഇങ്ങനെ ആളുകൾക്കിടയിലേക്ക് ഒരു ചർച്ചാ വിഷയമായി വന്നു. ഒരു സാധ്യതയെ ഏതെങ്കിലും തരത്തിൽ കുറച്ച് ശതമാനം പുറകോട്ടടിക്കാൻ ഇത്തരം ഒരു ചർച്ചയും പ്രശ്നങ്ങളും ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ, നിങ്ങൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും സംസ്ഥാന തലത്തിൽ. ഒന്ന്, കോൺഗ്രസിനെ പറ്റി വിമർശിക്കാൻ പൊതുസമൂഹത്തിലെ എല്ലാ സെഗ്മെൻറ്റിനും അവകാശമുണ്ട്. കാരണം കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്, പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് നന്മ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു സൊസൈറ്റിയുണ്ട് UDFിൽ നിന്ന്. അപ്പോൾ അവിടെ എന്തെങ്കിലും അപാകതകൾ കാണുമ്പോൾ സ്വാഭാവികമായി അവിടെ വിമർശനം ഉണ്ടാകും. ആ വിമർശനത്തെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളാനാണ് തീർച്ചയായും ആഗ്രഹിക്കുന്നത്. UDF കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ ഇറങ്ങിയത് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങി, നല്ല മികച്ച സ്ഥാനാർത്ഥികൾ. അതിൽ സർവേയുടെ അവലംബം ഉണ്ടായിരുന്നു, അതിൽ പാർട്ടി ഘടകങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു, അതിൽ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കൾമിനേഷനായിട്ടാണ്, ഒരു ഹോളി പ്രോഡക്റ്റായിട്ട് ഓരോ സ്ഥാനാർത്ഥിയുടെയും ഉദയം വന്നിട്ടുള്ളത്. ആ പ്രഖ്യാപനത്തോടു കൂടി കോൺഗ്രസ് ഇപ്പോൾ ഞാൻ പറയാം, ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ, കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ളത്, മലപ്പുറത്ത് വന്നിട്ടുള്ളത്, പിന്നെ ഓരോ ജില്ലകളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ വളരെ പോസിറ്റീവായി. ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്രയും സൂക്ഷ്മതയും അവധാനതയും. കോഴിക്കോടൊക്കെ വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്, വളരെ കാലത്തിന് ശേഷം നല്ല പ്രതീക്ഷ വെക്കുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻസിലും ആ റിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പോൾ നല്ല പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ കോൺഗ്രസ്സിൽ ഒരു ഹെറാർക്കി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്, നല്ല നേതൃവൈഭവമുള്ള ഒരു നല്ല നിരയുണ്ട്, ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സംസാരങ്ങൾ പൂർണ്ണതയിലെത്താൻ ചില പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പാളിച്ചകൾ എന്നല്ല, അതിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന സമയത്തിൻ്റെ ചെറിയ വൈകലുണ്ടായിട്ടുണ്ട്. പക്ഷേ ധൃതി പിടിച്ച് അനൗൺസ് ചെയ്ത CPM ഇടതുപക്ഷം വലിയ അപകടത്തിൽ പറ്റി. ഒരു സിറ്റിംഗ് MLA BJPയിലേക്ക് പോയി, ഇടതുപക്ഷ ജനാധിപത്യം.
മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഗവൺമെൻറ്റിനെ പിന്തുണച്ച 5 കൊല്ലം പിന്തുണച്ച ഒരു MLA BJPയിൽ പോയി. പരിണിതപ്രജ്ഞരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും പുറത്തു വരികയാണ്. കോൺഗ്രസിലും അതേ ഒരു സ്ഥിതി ചില സ്ഥലങ്ങളിൽ പറയാം. അപ്പോൾ സാധാരണ കോൺഗ്രസിനെ പോലെയുള്ള ജനാധിപത്യ പാർട്ടിയിൽ ഇത്തരം റയർ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ സാർവത്രികമായി അമ്പലപ്പുഴ, തളിപ്പറമ്പ് തുടങ്ങി ഷൊർണൂർ തുടങ്ങി ഒത്തിരി സ്ഥലങ്ങളിൽ ഈ പ്രശ്നത്തെ ഫേസ് ചെയ്യാണ്. ഒരു കാലഘട്ടത്തിലും ഇല്ലാതെ. ഞാൻ CPM തകരണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല. CPM നമ്മുടെ സോഷ്യൽ പൊളിറ്റിക്കൽ ഫാബ്രിക്കിൽ CPM വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ നിലപാടുമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി വളരെ കൂടുതലാണ്. കോൺഗ്രസിനകത്തെ എല്ലാ സ്ഥാനാർത്ഥി നിർണയ സമയത്തും ഇത്തരം ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അത് പക്ഷേ താരതമ്യേന ഇത്തവണ കുറവാണ്. അത് വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കകം അതും പരിഹരിക്കപ്പെടും. ഞങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. മണിക്കൂറുകൾക്കകം അത് പരിഹരിക്കപ്പെടും. പൂർണ്ണ ലിസ്റ്റ് വരും. ഇനി കുറച്ച് ഒരു അങ്കുലി പരിമിതമായിട്ടുള്ള ലിസ്റ്റ് മാത്രമേ ഇനി വരാനുള്ളൂ. ആ ലിസ്റ്റ് കൂടെ വരുന്നതോടുകൂടി പൂർണ്ണ പ്രഭയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തും. 5471 അതെ ഭൂരിപക്ഷം. അത് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റും? UDF കേരളത്തിൽ എത്ര സീറ്റ് നേടും? ഒന്ന്, ഞാൻ നിങ്ങൾ അവസാനം ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ആദ്യം പറയാം. UDF 100 എണ്ണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണത്തിലേക്ക് കേരളത്തിലെ UDF വരും. അതിൻ്റെ കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ മാത്രമല്ല. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചോ, ഒരു ഗവൺമെൻറ്റിനെ ഏതൊക്കെ തലത്തിൽ വർദ്ധിപ്പിക്കാമോ? ഫീസ് മുഴുവൻ കൂട്ടി. വെള്ളക്കരം, വൈദ്യുതി ചാർജ് എത്ര തവണ, ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീ, ഭൂമിയുടെ കരം, ബിൽഡിംഗ് ടാക്സ്, ലേബർ സെസ്, പെട്രോൾ ഡീസൽ സെസ്സുകൾ, അങ്ങനെ തുടങ്ങി ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എന്തെല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത് മുഴുവൻ വർദ്ധിപ്പിച്ചു. ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളെ പോക്കറ്റിലിട്ട് പിടിച്ചെടുത്തതായിരിക്കുന്ന ഒരു സർക്കാർ സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ ഒരു കിറ്റ് കൊണ്ട് മറിച്ചു എന്ന് പറഞ്ഞു. ഇത്തവണ 1000 രൂപ പെൻഷന് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യത? അതിൽ MM മണി പറഞ്ഞതാണ് യാഥാർത്ഥ്യം. മണിയെ അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നത് സർക്കാരിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നുള്ളതായിരിക്കുന്ന അർത്ഥത്തിലും ഭാഷ വളരെ മോശമായി പ്രയോഗിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം നടത്തുന്നത് വോട്ട് എന്നുള്ളതായിരിക്കുന്ന ഉദ്ദേശം മാത്രമല്ല, അത് ജനങ്ങളുടെ അവകാശമാണ്. അതിൽ സർക്കാരിൻ്റെ സേവന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് എല്ലാ രീതിയിലും ജനങ്ങളുടെ മേലെ ഓരോ പ്രശ്നങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തത്. ആ അടിച്ചേൽപ്പിക്കൽ സർവതല സ്പർശിയും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഏറ്റെടുക്കാൻ കഴിയാത്തതുമായ തരത്തിൽ. ഇപ്പം വിലവർധനം, ക്രമാതീതമായ വിലവർധനം. അരിയുടെ കാര്യം മാത്രം നിങ്ങളെടുത്തു, വെളിച്ചെണ്ണയുടെ കാര്യം എടുത്തു. എന്തൊരു വിലവർധനമാണ്! ഇന്ത്യ രാജ്യത്ത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ഇത്രയധികം കൂടിയതായിരിക്കുന്ന ഒരു ഇടം വേറില്ല, കേരളമാണ്. അപ്പോൾ അവിടെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടക്കുന്നില്ല. 2000 കോടി രൂപ നീക്കി വെക്കും. ആ 2000 കോടി അപ്പോൾ അതിൽ നെൽകർഷകർ മുതൽ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ മുതൽ എല്ലാ സെഗ്മെൻറ്റിനും വീതിച്ചു കൊടുക്കും. വീതിച്ചു കൊടുക്കുന്നതിൽ പാതി പോലും അവർ കൊടുക്കില്ല. അപ്പോൾ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടക്കില്ല. സർക്കാരിൻ്റെ കയ്യിലുള്ള ടൂളുകളുണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ. ആ ടൂൾ പോലും കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കാതെ വിലവർധനവിനെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്ത ഒരു ഗവൺമെൻറ്. അങ്ങനെ എല്ലാ സെഗ്മെൻറ്റും, ആരോഗ്യമേഖല ഓരോ സെഗ്മെൻ്റ് എടുത്തു എല്ലാത്തിലും ഗുരുതരമായിട്ടുള്ള പാളിച്ചുകളും പ്രശ്നങ്ങളും നിൽക്കുകയാണ്. അതിൽ UDFന് കൃത്യമായിട്ടുള്ള സമീപനമുണ്ട്. UDF പറയുന്നത്, ഇപ്പോൾ ഞങ്ങളൊരു ഹെൽത്ത് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ആ ഹെൽത്ത് ഡോക്യുമെൻ്റ് ഡോക്ടർ SS ലാൽ, അദ്ദേഹം ഒരു പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടാണ്. UN ഐക്യരാഷ്ട്രസംഘ WHO രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് UDF ഒരു ബദൽ ഹെൽത്ത് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. ആ ഹെൽത്ത് ഡോക്യുമെൻറ്റിൽ സാർവത്രികമായിട്ടുള്ള ചികിത്സാ സംവിധാനം എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഡോക്യുമെൻ്റാണ്. അങ്ങനെ ഒരു ചരിത്രത്തിൽ ഇതുവരെ ഒരു മുന്നണിയും അതിനെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, ഞങ്ങൾ സീനിയർ സിറ്റിസൺസിന് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കും. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ സൊസൈറ്റി ഒരു
പ്രായക്കൂടുതലുള്ള ഒരു സൊസൈറ്റിയായിട്ട് ബിൽഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെ ബർത്ത് റേറ്റ് നമ്മളത് കുറവാണ്, ബർത്ത് റേറ്റ് കുറഞ്ഞു, ഡെത്ത് റേറ്റ് കുറഞ്ഞു, നമ്മുടെ ലോഞ്ചിവിറ്റി ആയുർദൈർഘ്യം നമ്മുടെ ഇത് കൂടി, നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി പോകുന്നത് കൂടി, മൈഗ്രേഷൻ, അവരവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്, പൗരത്വം എടുക്കുകയാണ്. ആ കുട്ടികൾ പലരും തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടുകയാണ്. അപ്പോൾ ഈ അച്ഛൻ അമ്മയെ നോക്കാൻ വരെ മക്കൾക്ക് പറ്റാത്തതായ ജീവിത സാഹചര്യം കൊണ്ട് പുറത്തേക്ക് യാത്ര ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി ബിൽഡപ്പാണ്. 1-2 മക്കളാണ്. ആ മക്കൾ മറ്റുള്ള പലയിടങ്ങളിൽ പഠിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സുരക്ഷ, മുതിർന്ന പൗരന്മാരുടെ മാനസിക വളർച്ച, അവരുടെ സംരക്ഷണം ഒരു പ്രധാനപ്പെട്ട ചുമതലയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുതിർന്ന പൗരന്മാരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കും. അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നൊരു വലിയ ചർച്ച നടന്നു കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച്. അതെ, തമിഴ്നാട് പോലെയാണോ കർണാടക പോലെയാണോ കേരളം എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. അത് എങ്ങനെ? നമുക്ക് 2-3 ഇഷ്യൂ ഉണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ ധനസ്ഥിതി. ആ ധനസ്ഥിതി ഗൗരവതരമായിട്ടുള്ള പരിശോധനയ്ക്കും പുനഃക്രമീകരണത്തിനും വിധേയമാകണം. ഇപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സിസ്റ്റം മാത്രമല്ല, ഇപ്പം നിങ്ങൾ നോക്കിയോ, ഓൺലൈൻ ട്രേഡിംഗ് വ്യാപകമായി കൂടി, ഓൺലൈൻ ഷോപ്പിംഗ് കൂടി. അപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിംഗ് പരമ്പരാഗതമായ ഷോപ്പിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് പോയി. ഫ്ലിപ്കാർട്ട്, പിന്നെ അതുപോലെയുള്ളതായിരിക്കുന്ന ഒരുപാട് ഏജൻസീസ് ലോകവ്യാപകമായി ഇന്ത്യക്കകത്തും പുറത്തും ഇതുപോലെയുള്ള സിസ്റ്റം വർക്കൗട്ട് ചെയ്യണം. ആവശ്യമുള്ള സാധനം മുഴുവൻ നമ്മൾ നോക്കി നമ്മൾ നേരെ ഓർഡർ ചെയ്യാണ്. കേരളം കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി വാറ്റ് നടപ്പിലാക്കിയപ്പം ഈ വാറ്റിൻ്റെ പ്രധാനപ്പെട്ട എക്കണോമിക് ടാക്സ് കമ്പോണൻറ്റ് കിടക്കുന്ന പ്രൊഡക്ഷൻ ഏരിയയിലാണ്. പക്ഷേ GST അങ്ങനെയല്ല. GST കിടക്കുന്നത് എൻഡ് കൺസ്യൂമേഴ്സ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റാണ്. അപ്പോൾ എൻഡ് കൺസ്യൂമേഴ്സ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഡ്യൂ ഷെയർ നമുക്ക് കിട്ടും. നമുക്ക് ആ ഷെയർ കിട്ടുന്നില്ല. ടാപ്പ് ചെയ്യാത്തതായിരിക്കുന്ന മേഖലകൾ, അതിവിപുലമായ ടാപ്പ് ചെയ്യാത്ത മേഖലകളുണ്ട്. ആ മേഖലകൾ ടാപ്പ് ചെയ്യുന്നതിന് പകരം ഈ ഭാരം മുഴുവൻ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഫൈനാൻഷ്യൽ ഫോക്കസിങ്ങും റീസ്ട്രക്ചറിങ്ങും കൃത്യമായിട്ട് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വിഭവ സമാഹരണം കൂടും. സർവീസ് സെക്ടറും പ്രൊഡക്ഷൻ സെക്ടറിലും വാല്യൂ ആഡ് പ്രോഡക്ട്സിലേക്കുള്ളതായിരിക്കുന്ന കൺവെർഷൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തെ പിടിച്ചാൽ കിട്ടാത്തതായിരിക്കുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ് കേരളം. നമുക്കതിൻ്റെ ഡ്യൂ ഷെയർ കിട്ടിയാൽ മാത്രം മതി. ആ ഡ്യൂ ഷെയർ നമുക്ക് കേന്ദ്രം തരുന്നില്ല. അത് ടാപ്പ് ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് പറ്റി. അപ്പോൾ ഈ സാമ്പത്തിക ക്രമീകരണം കൃത്യതയോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അത്രത്തോളം ഭദ്രമാണ് കേരളത്തിൻ്റെ എക്കോണമി. അത്ര മോശമല്ല. കേരളത്തിൻ്റെ വിദേശത്തുള്ളതായിരിക്കുന്ന നമ്മുടെ ആളുകൾ, അവർ കൊണ്ടുവരുന്നതായിരിക്കുന്ന വിദേശ നാണ്യങ്ങൾ, അതിനെ പ്രൊഡക്റ്റീവ് സെക്ടറിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു നടപടിയും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ മേഖലകൾ മുഴുവൻ ആവിഷ്കരിക്കപ്പെട്ടാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ അന്ന് കൗണ്ട് ഡൗൺ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അന്ന് 7000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചവരാണ് ഇന്ന് ഭരിക്കുന്നത്. ആ വിഴിഞ്ഞം വന്നതോടുകൂടി വലിയ മാറ്റം ഉണ്ടായി. കേരളം ഇൻ ടോട്ടൽ ഒരു പോർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ ഒരു കുട്ടി പഠിക്കുമ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഒരു കുട്ടി പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവിടെ സ്റ്റേറ്റ് ചെലവഴിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നെഗറ്റീവായി. ഇവരുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടുന്നില്ല, ഇവരുടെ സേവനം കിട്ടുന്നില്ല. 2 എഫക്റ്റാണ്. സോഷ്യൽ എഫക്റ്റ്, അച്ഛനും അമ്മയും ഐഡിലാവുന്നു, ഒറ്റയ്ക്കാവുന്നു. 2, ഇവരുടെ പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതായിരിക്കുന്ന മൂലധനവും ശേഷിയും മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും. ഈ 2 ഗുരുതരമായ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കുക. അപ്പോൾ അവിടെ എന്ത് വേണം? ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിലുള്ള റീസ്ട്രക്ചറിങ് ഉണ്ടാവണം. നമ്മുടെ ക്ലാസ് മുറികളിലെ പഠനം മാത്രമല്ല. ഞാൻ ആലോചിച്ച് പോകണം, ഇന്നത്തെ ഒരു കുട്ടി യൂറോപ്പിൽ 6 മാസം പഠിക്കുന്നു. ഒരൊറ്റ കോഴ്സാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ഒരു വിദേശ സർവകലാശാലയുടെ ഒരു സിംഗിൾ കോഴ്സ്. 6 മാസം അമേരിക്ക, 6 മാസം യൂറോപ്പ്, 6 മാസം മിഡിൽ ഈസ്റ്റ് പോലെയുള്ള ഒരു സ്ഥലത്ത്, 6 മാസം ഇന്ത്യയിൽ.
ഒരൊറ്റ കോഴ്സ് വിദേശ സർവകലാശാല. ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ തിയറിറ്റിക്കലല്ല, പ്രാക്ടിക്കലാണ്. അവിടെ ഇവരാരംഭിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ, ആ സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂ, അതിന് കൊടുക്കുന്ന മാർക്കറ്റ്, ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റാർട്ടപ്പും ഐഡിയാസും ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് അങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടോ? എത്ര തവണ സർക്കാരിൻ്റെ മുമ്പിൽ ഹയർ എഡ്യൂക്കേഷൻ ബില്ലിൻ്റെ ചർച്ചയിൽ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഞാൻ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. വിമാനത്താവളം നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ഇതിൻ്റെ റൂട്ടിംഗ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വയനാട്ടിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വയനാട്ടിൽ നിന്നാണ് ബനാന എടുക്കുന്നത്. പച്ചപ്പഴവും പിന്നെ ആയി വരുന്ന പഴവും എടുത്ത് പുള്ളി മിഡിൽ ഈസ്റ്റിലുള്ള, യൂറോപ്പിലുള്ള, സ്റ്റേറ്റ്സിലുള്ള സ്ഥലത്തേക്ക് പുള്ളി കയറ്റുമതി ചെയ്യുക. അപ്പോൾ ഞാനിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പഠിച്ചു. പുള്ളി പറയാം, ഒരു കുഷനിൽ ഒരു കുട്ടിയെ എടുക്കുന്നത് പോലെയാണ് ഈ വാഴക്കൊല ഇവർ വെട്ടിയെടുക്കുന്നത്. നേരെ ഫ്രീസ്ഡ് വെഹിക്കിൾ, അവിടെ നിന്ന് ആ വെഹിക്കിൾ നേരെ പോവുകയാണ് എയർപോർട്ടിലേക്ക്. അപ്പം പല സമയത്തും ഇവർക്ക് കുരുക്കിൽപ്പെടുമ്പോൾ ഇവർക്ക് ആ കണ്ടെയ്നർ മിസ്സാവുകയാണ്. അപ്പം ചില സ്ഥലങ്ങളിൽ നമ്മുടെ പ്രോഡക്റ്റ് ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇവിടെയുള്ള കാർഷിക മേഖലയെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ കർഷകരെ ബാക്ക് ചെയ്യണം. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് അവരെ എത്തിക്കണം. കർഷകർക്ക് അതിൻ്റെ ഫലം, വാല്യൂയുടെ പ്രോഡക്ട്സിലേക്കുള്ള കൺവേർഷൻ, അങ്ങനെ ഇൻ്റർനാഷണൽ കണക്ടിവിറ്റിയിലേക്ക് നമ്മൾ ബ്രിഡ്ജ് ചെയ്യപ്പെടും. തർക്കം വേണ്ട. ആ ബ്രിഡ്ജിങ്ങിൽ വലിയ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ടൂറിസം സെഗ്മെൻറ്റ് പോലെ അഗ്രികൾച്ചർ സെഗ്മെൻറ്റ്. അത് വയനാടിന് ഇപ്പോൾ ഒരു വാല്യൂയുടെ, ഇപ്പോൾ ഒരു കാര്യം പറയാം. ഞാൻ അസംബ്ലിയിൽ ഒരു ഉപചോദ്യം ചോദിച്ചു. ആ ഉപചോദ്യം ഇതായിരുന്നു: പല വാല്യൂയുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നാളികേരത്തിൻ്റെ പല ബൈ പ്രോഡക്ട്സ് ഉണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉൾപ്പെടെ, അതിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ, ചകിരി ഉപയോഗിച്ചും ചിരട്ട ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ വാല്യൂയുടെ പ്രോഡക്ട്സാണ്. ഈ വാല്യൂയുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ ആ പ്രോഡക്റ്റ് വിറ്റ് കിട്ടുന്നതായിരിക്കുന്ന കാശ്, അതിൻ്റെ പ്രോഫിറ്റിൽ ഒരു ഷെയർ നിർബന്ധമായും കർഷകന് കിട്ടണം. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ കർഷകനെ ഇപ്പം എം എസ് പി എന്ന് പറയുന്നത് സർക്കാർ തീരുമാനിക്കുന്നതാണ്. സർക്കാർ തീരുമാനിക്കുന്നത് ആവരുത് MSP. അവിടെ കർഷകൻ തീരുമാനിക്കണം അവൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അവൻ ചെലവഴിച്ചതായിരിക്കുന്ന കാശ് എത്രയാണ്, അവൻ്റെ അധ്വാനം എത്രയാണ്. അവിടെ കർഷകൻ്റെ MSP പറയേണ്ടത് കർഷകനാണ്. ആ കർഷകൻ്റെ ഒപ്പീനിയൻ എടുത്ത് അത് ക്രമീകരിക്കാനുള്ള സംവിധാനം സർക്കാരിലുണ്ടാവണം. അങ്ങനെ കർഷകനെ ഈ മണ്ണിൽ പിടിച്ചു നിർത്താൻ പറ്റും. അതിനനുസരിച്ച മാറ്റവും സമീപനവും ഓരോ കാര്യത്തിലും ഉണ്ടാവണം. യെസ്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പം ഞാൻ ഒരു ചോദ്യം അവിടെ ഉത്തരം ബാലൻസ് തന്നു. 5400 ചില്ലറ ഭൂരിപക്ഷം 2021-ൽ, 2026-ൽ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട്? അതിലെ ഒരു പ്രധാന ഭാഗം ഞാൻ നേരത്തെ നിങ്ങളോട് തുറന്നു പറഞ്ഞു. അന്നത്തെ ഒരു സ്ഥാനാർത്ഥിയല്ല ഇന്ന് ഈ ജനങ്ങളുടെ കൂടെ 5 വർഷം നല്ലപോലെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ അവർക്കറിയാം, എൻ്റെ രീതികളറിയാം, എൻ്റെ സമീപനം അറിയാം, എൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് അറിയാം. അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് 100% അവർക്ക് ഉറപ്പാണ്. 5470 വോട്ട് എന്നുള്ളത് ഏറ്റവും ബേസ് ബെഞ്ച് മാർക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ. ഇത്തവണ അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കൽപ്പറ്റയിലെ ജനതയുടെ കൂടെ വീണ്ടും 5 വർഷത്തേക്ക് UDF നിയോഗിച്ച ഉത്തരവാദിത്വം ഇവിടുത്തെ ജനതയുടെ പിന്തുണയോടുകൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് പൂർണ്ണമായ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ചൂരമല മുണ്ടകൈ സമഗ്രതലത്തിലുള്ള പുനരധിവാസം ഉണ്ടാകും. 2, റെയിൽവേ മാപ്പിലേക്ക് വയനാട് വരണം. റെയിൽവേ മാപ്പിലേക്ക് 2015 മുതൽ സജീവ ചർച്ചയാണ്. ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബഡ്ജറ്റ് വകയിരുത്തി പിങ്ക് ബുക്കിൽ സ്ഥാനം പിടിച്ച് എല്ലാ രീതിയിലും മുന്നോട്ട് പോയതാണ്, തകർത്തതാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ പ്രയാസകരമായ അനുഭവത്തിലൊന്നാണ്. തലശ്ശേരി പാതയായിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ പദ്ധതിയെ നിലമ്പൂർ നഞ്ചങ്കോട് പാതയെ പൊളിച്ചു കളഞ്ഞത്. അപ്പോൾ റെയിൽവേ മാപ്പിലേക്കുള്ള വയനാട് ജില്ല, ജനറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ ക്രമീകരണം, അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യം, 4 ലൈൻ ബൈപ്പാസ്
നമ്മളത് വരികയാണ്. ഇപ്പോൾ ഓൾറെഡി 2 ലൈൻ ബൈപ്പാസ് ആയി കഴിഞ്ഞു, നല്ല രീതിയിലായി കഴിഞ്ഞു. ഔട്ടർ റിംഗ് റോഡ് 2 ബഡ്ജറ്റിൽ ഞാൻ എഴുതി കൊടുത്തതാണ്, തന്നില്ല. വെള്ളാരംകുന്ന് മുതൽ പുളിയാർമല വരെ കിടക്കുന്നതായിരിക്കുന്ന ഔട്ടർ റിംഗ് റോഡ്, ആ ഔട്ടർ റിംഗ് റോഡ് ഉൾപ്പെടെ ഒത്തിരി കണക്ടിവിറ്റി ഇഷ്യൂ, പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് കണക്ടിവിറ്റി ഇഷ്യൂ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ നാഷണൽ ഹൈവേ 766 ചുരം പാതയുടെ ബൈപ്പാസ് ഉൾപ്പെടെ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു ഗവൺമെൻറ് വയനാട്ടിൻ്റെ ലാസ്റ്റ് 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ ആ ബഡ്ജറ്റിൻ്റെ മാപ്പിൽ പോലും ഇല്ല. അങ്ങനെയല്ല UDF. വയനാടിന് പ്രാമുഖ്യമുണ്ടാവും, അവിടെ ഇടപെടാൻ ആളുകളുണ്ടാവും, പറഞ്ഞു വാങ്ങാൻ നേതൃത്വം ഉണ്ടാവും. ഓക്കെ, ഉറച്ച വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ 2ാം ഊഴത്തിന് കൽപ്പറ്റയിൽ ഇറങ്ങുകയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ടി സിദ്ദീഖ്. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു ചർച്ചയിലും ന്യൂസ് ആൻഡ് ടോക്കിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. നമസ്കാരം.